നമോ ഭഗവതേ വാസുദേവായ. ദശകം 2 ശ്ലോക 3. യത്രൈലോക്യമഹീയസഃ അപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതഃ അപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരഃ അപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യത്തഃ അപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. യത് ഏതൊന്നാണോ ത്രൈ മൂന്നു വിധം ലോക്യ ലോകത്തിലും മഹീയ മഹത്തരമായത് സഹ കൂടിയുള്ളത് അപി അതിലും ഏറെ മഹിതം പൂജനീയമായിട്ടുള്ളത് സമ്മോഹനം അതിമനോഹരഹാരിതയായി തോന്നിക്കുന്നത് മോഹനാത് ആരെയും മോഹിപ്പിക്കുന്നത് കാന്തം ആരെയും ആകർഷിക്കുന്നത് കാന്തി ഏറ്റവും ഭംഗിയുള്ളത് നിധാനം ആധാരമായിട്ടുള്ളത് തഹ ഭഗവാന്റെ അപി അതിലും ഏറെ മധുരം മധുരതരമായിട്ടുള്ളത് മാധുര്യം അധികമായ മധുരിതമായിട്ടുള്ളത് ധുര്യ ധരിച്ചിരിക്കുന്നത് അപി അതിലും ഏറെ സൗന്ദര്യോത്തരഹ അധിക സൗന്ദര്യത്തോട് കൂടിയിരിക്കുന്നത് അപി അതിലും ഏറെ സുന്ദരതരം ഏറെ സുന്ദരമായിട്ടിരിക്കുന്നത് ത്വദ് ഭഗവാന്റെ രൂപം ശരീരം ആശ്ചര്യതഃ അത്ഭുതപ്പെടുത്തും വണ്ണം അപി അതിലും ഏറെ ആശ്ചര്യം അത്ഭുതമായിട്ടുള്ളത് ഭുവനെ ലോകത്തിൽ ന അല്ലാത്തത് കസ്യ അധികമായിട്ടുള്ളത് കുതുകം കൗതുകം ജനിപ്പിക്കുന്നത് പുഷ്ണാദി ഉണർത്തുന്നത് വിഷ്ണു വിഷ്ണു ഭഗവാൻ വിഭോ ഭഗവാനെ. ത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ. ഭഗവാന്റെ ഏതൊന്നാണോ മൂന്ന് ലോകത്തിലും മഹത്തരത്തോടു കൂടിയുള്ളത് അതിലും ഏറെ പൂജനീയവും അതിമനോഹരവും ആരെയും മോഹിപ്പിക്കുന്നതും ആരെയും ആകർഷിക്കുന്നതും ഏറ്റവും ഭംഗിയുടെ ആധാരമായിട്ടുള്ള ആ ഭഗവാന്റെ വിഗ്രഹം അത് ഗുരുവായൂരിലാണ് ഉള്ളത്. ആ ഭഗവാൻ അതിലും മധുരതരമായി, അതായത് അധികമായി മാധുര്യത്തെ ധരിച്ചിരിക്കുന്ന ആ ഭഗവാൻ ആ വളരെയേറെ സൗന്ദര്യത്തോടു കൂടിയിരിക്കുന്നു. ഏറെ സുന്ദരതരമായ ആ ശരീരം എല്ലാ ഭക്തന്മാരെയും അത്ഭുതപ്പെടുത്തുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൗതുകം ജനിപ്പിക്കുവാൻ ഉണർത്തുന്ന ആ ഒരു വിഷ്ണു ഭഗവാന്റെ ആ വിഗ്രഹം അത് കാണുവാൻ സാധിച്ചതിൽ ഏറ്റവും സാഫല്യമായി തോന്നിക്കുന്നു ആ ഭക്തന്മാർക്ക്. ഇത്രയ്ക്കും സ്വരൂപ മാധുര്യമുള്ള ആ ഭഗവാൻ ഗുരുവായൂരപ്പനെ ഞാനിതാ നമിക്കുന്നു. താങ്ക് യു.